ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഡൽഹിയിൽ പുതിയ സ്റ്റുഡിയോ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്താണ് എന്തായാലും പോയി നോക്കണം എന്നുള്ളത്. നാട്ടിലുള്ള സ്റ്റുഡിയോയിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഡൽഹിയിലുള്ള സ്റ്റുഡിയോൻ്റെ ഷോറൂമിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് പുതിയ ഷോറൂം സ്റ്റാർട്ട് ആയത്. അപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് നമുക്ക് എന്തായാലും പോയി നോക്കണം എന്ന് അങ്ങനെ പോയതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ജീൻസും ടോപ്പും ഒക്കെ പർച്ചേസ് ചെയ്യണമായിരുന്നു. അപ്പം സ്റ്റുഡിയോ ഒരു നല്ല ചോയ്സ് ആണെന്ന് തോന്നി, അങ്ങനെയാണ് പോയി നോക്കിയത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ജീൻസൊക്കെ തപ്പി പിടിച്ചിട്ട് കുറച്ച് ജീൻസൊക്കെ എടുത്തിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഇടയിൽ വാമിക്കുട്ടീൻ്റെ ഒരു കളികളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള സ്റ്റുഡിയോനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഇവിടെ ഡൽഹിയിലാണുള്ളതെന്ന് തോന്നുന്നു. പിന്നെ നല്ല ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഒരു 2 ചെരുപ്പ് എടുക്കുകയും ചെയ്തു കേട്ടോ അവിടെ പോയപ്പോൾ, കാരണം നല്ല കളക്ഷനായിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നല്ല ഷർട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ജീൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരുപാട് ജീൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതും എന്തൊക്കെ കളർ കോമ്പിനേഷൻസ് ഉള്ള ജീൻസാണെന്നറിയോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള ജീൻസിൻ്റെ കളക്ഷൻസിനേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് എന്തായാലും മോമി ജീൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു മോമി ജീൻസ് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വന്നപ്പോൾ. പിന്നെ ഇവിടെയുള്ള കൂടുതൽ ഡ്രസ്സസും മോഡേൺ വെയേഴ്സ് ആണെന്ന് തന്നെ പറയാം. കാരണം കുർത്താസ് ഭയങ്കര കുറവാണ്. ഉണ്ടെങ്കിലും അത്ര വലിയ കളക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതലും ഹെവി മോഡേൺ വെയേഴ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കംഫർട്ട് അല്ലാത്ത ഒരുപാട് ഡ്രസ്സസ് ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡൽഹിയിലുള്ള ആൾക്കാർ കൂടുതലും മോഡേൺ വെയേഴ്സ് ആണ് അവരുടെ മെയിൻ ചോയ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും മോഡേൺ വെയേഴ്സ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കോഡ് സെറ്റ് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അവിടെ. ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതിന് എത്ര ടൈം എടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡും മോളും അവിടെ പോസ്റ്റ് ആയിരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം പരതി നോക്കി. കുറേ ഡ്രസ്സസ് പോയി ട്രയൽ റൂമിൽ പോയിട്ട് ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തത്. പിന്നെ ഇവിടെ കുറേ ഇന്നോവേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നേ. അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. കണ്ടപ്പോൾ തന്നെ 3999 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. എന്നാലും റേറ്റിന് മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ അതാ ഒരുപാട് ടോപ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ വിൻ്റർ വെയേഴ്സ് ആയാലും അവിടെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ സമ്മറാണ്, അപ്പോൾ കൂടുതൽ സമ്മർ വെയേഴ്സ് ആണ് ഉള്ളത്. എന്നാലും വിൻ്റർ വെയേഴ്സും ഉണ്ട്. ഇതൊക്കെ കോഡ് സെറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. എനിക്കതിൽ ആ വൈറ്റ് പോൾക്ക ഡോട്ട്സ് വെച്ച ഈ ഒരു കോഡ് സെറ്റില്ലേ, ഇത് ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ട്രയൽ റൂമിൽ പോയിട്ട് ട്രൈ ചെയ്യുന്ന ഇതുണ്ട് കേട്ടോ. ഇതിൽ ലാസ്റ്റിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടു നോക്കേ. അപ്പം അതിൻ്റെ ഇടയിൽ വാമിക്കുട്ടി അവിടെയുള്ള കുറേ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അത് ഞാനിപ്പോൾ ഇത് ട്രയൽ റൂമിൽ പോയിട്ട് ഒരു ജീൻസും ഒരു ഷർട്ടും ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ജീൻസ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ നെക്സ്റ്റ് സൈസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സുഖമായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ ഷർട്ട് എടുത്തു. ഇതിൻ്റെ ഷർട്ടിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു അറൗണ്ട് 499 എങ്ങാനുമായിരുന്നു. ആൻഡ് ഈ ജീൻസിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 999 ആയിരുന്നു എന്ന് തോന്നുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ജീൻസിൻ്റെ നെക്സ്റ്റ് സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ ഈ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഡ് സെറ്റാണ്. ഈ ഒരു വൈറ്റിൽ പോൾക്ക ഡോട്ട്സ് വരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ടോപ്പ് ആൻഡ് പാൻറ്റിന് ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ടോപ്പിന് എനിക്ക് തോന്നുന്നു 499 പാൻറ്റിന് സെയിം റേറ്റ് 499 തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് തോന്നി. കോഡ് സെറ്റ് ഇട്ടിട്ട് നൈറ്റ് ഡ്രസ്സ് പോലെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ കുറേ കാലമായിട്ട് കോഡ് സെറ്റ് ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കോഡ് സെറ്റ് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കോഡ് സെറ്റ് വാങ്ങി. ഈ കമ്മൽ ഈ ഡ്രസ്സിനോട് ഇട്ടിട്ട് എന്തോ ഒരു അബദ്ധം പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ പെട്ടെന്ന് വീഡിയോയിൽ കണ്ടപ്പം. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ വാമിക്കുട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടക്കുമ്പോൾ ഹസ്ബൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ അവിടെ ട്രയൽ ചെയ്യാൻ വെച്ചിട്ടുള്ള നെയിൽ പോളിഷൊക്കെ അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇവിടെ കോസ്മെറ്റിക് ഐറ്റംസ് കുറേ ഉണ്ട്. ഞാൻ പിന്നെ അതൊന്നും നോക്കിയില്ല. എനിക്ക് സ്റ്റുഡിയോയിലുള്ള കോസ്മെറ്റിക് ഐറ്റംസ് അത്ര നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. ലിപ്സ്റ്റിക്സ് ഒന്നും അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും എനിക്ക് അത്ര എഫക്റ്റീവായി തോന്നാത്തതുകൊണ്ട് ഞാൻ കോസ്മെറ്റിക്സിലേക്കൊന്നും കടന്നില്ല. പിന്നെ ഞാൻ കൂടുതലും ചപ്പൽസിലേക്ക് തന്നെയാണ് പിന്നെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല കളക്ഷൻസ്, അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ആ ഗ്രീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതും ഈ വീഡിയോയിലുണ്ടേ. അപ്പോൾ അതൊക്കെ നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കൂ. ഈ കളേഴ്സൊക്കെ വൈറ്റ്, പിങ്ക്, ബ്രൗൺ, എങ്ങനെയുണ്ട് ഈ കളർ കോമ്പിനേഷൻസ്. ആൻഡ് റേറ്റും ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. അത്ര വലിയ റേറ്റൊന്നുമില്ല. 200-300 റേഞ്ചിലൊക്കെ നല്ല നല്ല ചപ്പൽസ് കിട്ടും. പിന്നെ 399 ക്രോക്സ് പോലത്തെ ചെരുപ്പൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം മൊത്തത്തിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പാവല്ലേ മൊത്തത്തിൽ അങ്ങോട്ട് പർച്ചേസ് ചെയ്ത് മൂപ്പര് ശരിയാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 2 ചെരുപ്പ് എന്തായാലും വാങ്ങിയിട്ടോ.
അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഷൂസിൻ്റെ കളക്ഷൻസും അടിപൊളിയാണ്. നല്ല നല്ല ഷൂസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഷൂസ് ഓൾറെഡി എൻ്റെ കയ്യിൽ 2-3 ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് പോയില്ല. പിന്നെ ഈ ഒരു ചെരുപ്പ് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഗ്രീൻ. ഇത് എനിക്കും ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡും കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതെടുത്തു. പിന്നെ ഞാനിതാ മോൾക്കുള്ള ഡ്രസ്സസിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള ഈ ഒരു എന്താ പറയുക ഒരു സ്കേർട്ടും ടോപ്പുമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സമ്മറിലൊക്കെ ഇവിടെ നല്ല ചൂടാണല്ലോ, അപ്പോൾ അവൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിരിക്കും തോന്നി. അപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ ഈ വൈറ്റ് ഞാൻ നോക്കി, പക്ഷേ വൈറ്റ് മോൾക്ക് ഒരു വട്ടേ അവളിടുള്ളൂ. അപ്പോഴത്തേക്ക് എന്നെ ചളിയൊക്കെ ആക്കി ചീത്തയാക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വൈറ്റിലേക്ക് പോയില്ല. പിന്നെ ഈ പിങ്കൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. അതിൻ്റെ ഗ്രീന് കണ്ടപ്പോൾ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ എന്തായാലും എടുക്കാൻ വിചാരിച്ചു. ഇതൊരു ട്രൗസറും ടോപ്പുമാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഗ്രീൻ എന്തായാലും എടുത്തു കേട്ടോ ഒന്ന്. അങ്ങനെ ഞാൻ ഇതൊക്കെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു 200-300 ആ റേഞ്ചിലാണ് കേട്ടോ മോളുടെ ഡ്രസ്സസൊക്കെ. അതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബോയ്സിൻ്റെ ചെറിയ കുട്ടികളില്ലേ, ബോയ്സിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതൊന്നും അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ സെക്ഷനിലേക്ക് അധികം പോയില്ല. പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷൻസ് അവിടെയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ല കുർത്താസിൻ്റെ കളക്ഷൻസാണ്. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് കുർത്താസ് ആണെങ്കിലും കൂടിയിട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് ഈ ഒരു ലാവൻഡർ കളർ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു കുർത്ത എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ വെച്ച് നോക്കി. പക്ഷേ ഇതിൻ്റെ ബാക്കത്തെ അവസ്ഥ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ബാക്ക് ഭയങ്കര ഡീപ്പായിരുന്നു. ഇത്രയും ഡീപ്പുള്ളത് ഞാൻ ഇടാറില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു. അതിൻ്റെ ഡിഫറെൻറ്റ് വൈറ്റ് കളറും ഉണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് 799 ഉണ്ടായിരുന്നുള്ളൂ റേറ്റ്. അപ്പം അത്യാവശ്യം നല്ലൊരു ഡ്രസ്സും ആയിരുന്നു. പിന്നെ ഞാൻ കുർത്താസൊക്കെ നോക്കി, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത്ര കളക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കൂടുതൽ മോഡേൺ വെയർസിൻ്റെ കളക്ഷൻസാണ് അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അപ്പം കുർത്താസൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം അതിലേക്ക് അങ്ങോട്ട് പോയില്ല. ഈ വൈറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ സൈസിന് അവൈലബിൾ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇല്ല, എൻ്റെ സൈസ് അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് ഇട്ട് നോക്കിയില്ല. പിന്നെ ഇവിടെയുള്ള ഓരോരോ കളക്ഷൻസ് ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മോൾക്കും നല്ല കളക്ഷൻസ് കിട്ടിയിട്ടോ. മോൾക്ക് ഞാൻ 2-3 ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു സുഡിയോന്ന്. കാരണം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. മോൾക്ക് പറ്റിയ നല്ല നല്ല ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, നല്ല രസമല്ലേ. ഇതൊക്കെ നല്ല ആനിമൽ പ്രിൻറ്റ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ, ഇതിനൊക്കെ പറയുക. ആനിമൽ പ്രിൻറ്റുള്ള ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നല്ല ട്രെൻഡാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ ഫ്ലോറൽ പ്രിൻറ്റുള്ള ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടം. അപ്പം എനിക്ക് അധിക ഡ്രസ്സ് ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലോറൽ പ്രിൻറ്റ്സ് ഉള്ള ഡ്രസ്സസാണ് ഞാൻ എടുക്കാറുള്ളത്. എനിക്കത് ഭയങ്കര കംഫർട്ടായി തോന്നും കേട്ടോ. ഫ്ലോറൽ പ്രിൻറ്റുള്ള ഡ്രസ്സ് അധികം തടിയൊന്നും തോന്നില്ല. നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ടും. എനിക്ക് പിന്നെ ഈ ജോർജറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജോർജറ്റിൻ്റെ നല്ല ഗൗണൊക്കെ എനിക്ക് ഇടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മോൾക്ക് പറ്റിയ ഹെയർ ബാൻഡ്സ്, ഹെയർ ബോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഹെയർ ക്ലിപ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മോൾക്ക് വേണ്ടി എടുത്തു. പിന്നെ ഇവിടെ നല്ല സ്പ്രേൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നി സ്പ്രേൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്പ്രേ ഒന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് മൊത്തം കണ്ടിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല. പിന്നെ ഞങ്ങൾ മെൻസ് സെക്ഷനിൽ പോയി ഏട്ടന് 2 ടീഷർട്ട് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് മെൻസിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഭാഗമല്ലല്ലോ അത്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ.